സാർ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റുഡൻറ്റ് ഒരു കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ പോകാതെ തന്നെ CS പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് പോസിബിൾ ആണ്? ഇത് പഠിക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര ബ്രില്യൻ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു ആവറേജ് കുട്ടിക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെ ഉള്ളൂ. കാരണം ഈ കോഴ്സ് ഒരിക്കലും ഭയങ്കര ടഫല്ല. ഓക്കെ, വാസ്റ്റ് വോളിയം ഉണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആവറേജ് ആവട്ടെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ അവനക്ക് ചെയ്യാൻ പറ്റും ഈ കോഴ്സ്. പക്ഷെ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ഉണ്ടാവണം. ഓക്കെ, അല്ലാതെ ഭയങ്കര ബുദ്ധി ഉപയോഗിക്കുന്ന സംഭവമൊന്നും ഇതിലില്ല, ഭയങ്കര ടെക്നിക്കൽ പാർട്ടൊന്നും ഇതിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ ഒരു സെൽഫ് സ്റ്റഡി കോഴ്സായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ കുറച്ച് ടഫായി അങ്ങനെ കുറച്ച് വാസ്റ്റ് ആയിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പല ഫ്രണ്ട്സും അതുപോലെ തന്നെ ഈവൻ ഞാൻ CA ഫൈനൽ എന്തായിരുന്നു, സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി എടുത്താലും നമ്മൾ പ്രയത്നിക്കാൻ റെഡിയാണെങ്കിൽ, ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് റിസോഴ്സസ് കിട്ടും. ഫ്രീ ആയിട്ട് പല റിസോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടും. സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് അടിപൊളിയായിട്ട് പാസ്സാവും. +2 സയൻസ് സ്ട്രീം എന്ന് വന്നൊരു കുട്ടിയാണ്. അപ്പം ഞാൻ നേരിട്ടൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്, അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്, അങ്ങനെയാണ്. അപ്പം ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതിയെടുത്ത് പാസ്സാവാൻ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 8 മാസം കൊണ്ട് പഠിച്ചെടുക്കണം. അപ്പം ഈ 8 മാസം കൊണ്ട് 2 ഗ്രൂപ്പ്സ് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ 8 മാസം എന്നുള്ളത് നമുക്ക് മാത്രം കിട്ടുന്നതല്ല. ഈ ഇന്ത്യയിലല്ല, ഓൾ ഓവർ വേൾഡ് എക്സാം വരുന്ന എല്ലാ ആൾക്കാർക്കും ഈ 8 മാസമേ കിട്ടും. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അന്ന് രാത്രി പോയിട്ട് ഒന്ന് പഠിക്കുക. കാരണം ഇത് എന്തിനാണ് പഠിക്കാൻ പറയുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിൽ ഇരുന്നത് വെറുതെ വേസ്റ്റ് ആവും. നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ഒരു ടൈം റിവിഷൻ തീരും. ഈ ക്ലാസ് തീരുന്നതോടുകൂടി അവിടെ 1 ടൈം റിവിഷൻ തീരും. പിന്നെ 3 to 2 മന്ത് അല്ലെങ്കിൽ 2 to 3 മന്ത് നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും. ഓക്കെ, 2 to 3 മന്ത് സ്റ്റഡി ലീവ് കിട്ടും. അത് ഫസ്റ്റ് ഡേ എന്ത് ചെയ്യുക, പക്കയായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ തീർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഞാൻ ഇതാണ് പഠിക്കുന്നത്. മെയിനായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു തിയറിയും ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റും എടുക്കുക, ഒന്നിച്ചെടുക്കുക. ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സും ലോയും എടുക്കുക. ഓക്കെ, രാവിലെ എണീച്ചിട്ട് ലോ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ലോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബോറിംഗ് ആണ്. അപ്പോൾ ലോ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ലോ എടുക്കും. അപ്പം ലോ മാറ്റിയിട്ട് എന്തെടുക്കുക, അക്കൗണ്ട്സ് എടുക്കുക. അങ്ങനെ മാറ്റി എടുക്കുക. പറ്റുമെങ്കിൽ 3 ടൈംസ് റിവിഷൻ എന്നാ പറയാം. ഈ സ്റ്റഡി പ്ലാനിൽ 3 ടൈംസ് റിവിഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് മാത്സിനെ വില്ലനായിട്ട് കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇതിന് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് മടിക്കുമല്ലോ. അപ്പോൾ ഐ തിങ്ക് ഈ CA പ്രാക്ടിക്കൽ ലെവലോട്ട് വരുമ്പോൾ മാത്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CPT ലെവൽസിലൊക്കെ ഈ മാത്സ് എക്സാം നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാത്സിലൊരു ബേസിക് സ്കില്ല് മതി. അതായത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ള ബേസിക് സ്കിൽ. പക്ഷെ നിങ്ങൾക്ക് CA ഫൗണ്ടേഷനിലെ ലോജിക്കൽ റീസണിങ് അതുപോലെയുള്ള കുറച്ച് മാത്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ നോളജ് ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഇത് അളക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ജസ്റ്റ് ഒരു മാത്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ മാത്രമേ ഉള്ളൂ, CA ഫൗണ്ടേഷനിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും CA കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്രാക്ടിക്കലൊന്നല്ല. 50% പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയറി പഠിക്കാനുണ്ട്. ലോ, ഓഡിറ്റ്, അങ്ങനെ പല സബ്ജക്റ്റും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മാത്സ് എന്നുള്ളത് ഒരിക്കലും ഒരു ക്യാരക്ടർ അല്ല നമ്മുടെ CA കോഴ്സിനുള്ളത്. ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും സബ്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ലേ, അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയുന്നുണ്ടാവില്ലേ, അത് മാത്രം മതി. പക്ഷേ CA ഫൗണ്ടേഷനിൽ മാത്സ് ഉൾപ്പെടുത്തിയത് എന്തിനാ വിചാരിച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽ നോളജ്, അതായത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, അതിലും ജസ്റ്റ് ഒരു പാസ് മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ചെറിയൊരു പാസ് മാർക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ മാത്സ് എന്നുള്ളത്, മാത്സിനെ പേടിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ CA എടുക്കാതിരിക്കരുത്. നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ഫോം ഇട്ട് വർക്ക് ചെയ്യുന്നതിലുപരി വേറെ എന്തൊക്കെയാണ് ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസ്? ഈ ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് ആഫ്റ്റർ CA 3 കാറ്റഗറീസ് ചെയ്യാം, 3 എണ്ണമായിട്ട് തിരിക്കാം. ഓക്കെ, ഫസ്റ്റ് 1 എന്നുള്ളത് പ്രാക്ടീസ്. അതായത് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസിന് പോകാം. അത്യാവശ്യം ക്ലൈൻറ്റ് ബേസും അതുപോലെ തന്നെ അത്യാവശ്യം ഓഡിറ്റിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അത് സെറ്റായിട്ട് വരും. ഓക്കെ, നല്ല അത്യാവശ്യം ക്ലൈൻറ്റും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രാക്ടീസിനേക്ക് എന്തായാലും പോവാം. രണ്ടാമത്തെ വെച്ചാൽ ടീച്ചിങ് ആണ്. ഓക്കെ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനും കൂടിയാണ് ടീച്ചിങ്. ഓക്കെ, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ടീച്ചിങ്ങിൽ നന്നായിട്ട് തിളങ്ങാൻ പറ്റുന്ന ആഫ്റ്റർ CA പോവാം. മൂന്നാമത്തെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഈ എംപ്ലോയ്മെൻറ്റ് കുറേ ഉണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം, CA ഇൻ്റർവ്യൂ പഠിക്കാം. നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ പേര് അറിയാമെന്ന് അറിയില്ല. ഈ ഓരോ സബ്ജക്റ്റും നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓഡിറ്റ്,
ടാക്സേഷൻ തന്നെ DT ഉണ്ട്, IDT ഉണ്ട്. ഓക്കെ, ഇൻകം ടാക്സ്, GST. ഓക്കെ, അതുപോലെ തന്നെ FM, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കംപ്ലയൻസസ്, കമ്പനി ഇൻകോർപ്പറേഷൻ. അങ്ങനെ കുറേ ഈ എംപ്ലോയ്മെന്റ് പോയാൽ തന്നെ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാർ ആവാൻ പറ്റും. ഓക്കെ, പല പുറത്തത്തെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓഡിറ്റ് ഉണ്ട്, ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ഡ്യൂ ഡിലിജൻസ്. അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതിലേക്ക് പോകണമെന്ന്. ഓക്കെ, അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഏതാണ് നമുക്ക് താല്പര്യം തോന്നുന്നത് അതിലേക്ക് പോവാം. സാർ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് CA ഭയങ്കര പ്രഷർ പിടിച്ചൊരു ജോലിയാണെന്നുള്ളത്. അപ്പം അതിൻ്റെ രീതി, CA എംപ്ലോയ്മെന്റ് രീതി എങ്ങനെയായിരിക്കും? പ്രാക്ടീസിന് ഇറങ്ങിയാൽ നമുക്ക് വലിയൊരു പ്രഷർ ഉണ്ടാവില്ല, മേലയിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടീച്ചിങ്ങിലും എന്തില്ല, പ്രഷറില്ല, വലിയ രീതിയിലുള്ള പ്രഷറില്ല. പക്ഷേ എംപ്ലോയ്മെന്റ് അത്യാവശ്യം പ്രഷറുള്ള ജോബ് തന്നെയാണ്. ഓക്കെ, ഓഡിറ്റ് ആയാലും കാര്യങ്ങളായാലും പ്രഷറുണ്ട്. പക്ഷേ എല്ലാ ജോബിനും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2-3 മാസം ഈ പ്രഷർ നമുക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ പതിയെ നമ്മൾ ആ പ്രഷർ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് തുടങ്ങാൻ പറ്റും. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ പാക്കേജ് വരുന്നുണ്ട്. ഈ മന്ത്ലി സാലറി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നീ 1-2 വർഷം പ്രഷർ ഉണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം സീനിയർ പോസ്റ്റിലേക്ക് പോകും. ഓക്കെ, പിന്നെ നമ്മുടെ പണിയിൽ നിന്ന് താഴെയുള്ളവർക്ക് പ്രഷർ കൊടുക്കണം. ഓക്കെ, നമ്മുടെ പ്രഷർ പറഞ്ഞിട്ട് താഴെയുള്ളവർക്ക് കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ എന്നാലും അത് നമുക്ക് എൻജോയ് ചെയ്യാൻ ശരിക്കും പറ്റും. സർ, CA പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രൈമറി വില്ലെന്ന് പറയുന്നത് CA പാസ് ആവണം എന്നാണ്. ബട്ട് നമ്മൾ ഈ ഒരു എൻ്റയർ ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെവലിലും എത്ര അറ്റംപ്റ്റ്സ് എടുത്തു അത് റെലവൻ്റ് ആണോ? അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഫേം ഇടുമ്പോഴായാൽ പോലും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ വരുമല്ലോ നമ്മൾ ഓരോ ലെവലിലും എത്ര അറ്റംപ്റ്റ്സ് എടുത്തു. അത് ശരിക്കും അതിനൊരിതുണ്ടോ? അറ്റംപ്റ്റ് ഇല്ല, സാധാ എക്സാം ആണിത്. ഓക്കെ, എല്ലാ എക്സാമും നിങ്ങൾ അറ്റംപ്റ്റ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ പാസ്സാവും, ഫസ്റ്റ് ട്രയലിൽ തന്നെ പാസ്സാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഫസ്റ്റൊക്കെ എല്ലാം ഫസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്? അങ്ങനെയൊന്നുമില്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. അറ്റംപ്റ്റ് കൗണ്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ചില കമ്പനീസ്, ഞാൻ തീരെ ഇല്ല എന്ന് പറയുന്നില്ല, ഓക്കെ, അത് വെറുതെ ആവും. ചില കമ്പനീസ് അല്ലെങ്കിൽ ചില ബിഗ് ഫോർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അറ്റംപ്റ്റ് കൗണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കമ്പനിയൊന്നും അങ്ങനെ നോക്കുന്നില്ല. അങ്ങനെ നോക്കാത്ത കമ്പനിയും ഉണ്ട്, നോക്കാത്ത നല്ല അടിപൊളി കമ്പനിയുണ്ട്. കാരണം നമ്മളെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ, എത്ര അറ്റംപ്റ്റ് എടുത്തു എന്ന് നോക്കുന്നില്ല. നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു ആവറേജ് എഫേർട്ട് ഇട്ടാൽ പോരാ. CA ഒരിക്കലും ഒരു ആവറേജ് എഫേർട്ട് ഇട്ടാൽ നിങ്ങൾ പാസ്സാവില്ല. ഓക്കെ, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങളെ കൊണ്ട് എത്ര പറ്റും അത്ര ഇടാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ട്രയലിൽ തന്നെ, അറ്റംപ്റ്റ് എന്ന് പറയുന്നില്ല, ഫസ്റ്റ് ട്രയലിൽ തന്നെ എല്ലാം ക്ലിയർ ആവും.